അതിൽ ചിലത് വിശദമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്. ചിലത് അതിൻ്റെ ഹെഡ്ലൈൻസ് മാത്രം ഞാൻ വായിച്ചു പോവുകയുള്ളൂ, സമയപരിമിതി കൊണ്ട്. ഭാരത് വിസ്താര കർഷകർക്കായുള്ള AI ഉപകരണം. കർഷകർക്കായി ബഹുഭാഷ AI ഉപകരണമായ ഭാരത് വിസ്താര വെർച്വലി ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ടു ആക്സസ് അഗ്രികൾച്ചറൽ റിസോഴ്സസ് പുറത്തിറക്കുന്നു. ഈ ബഹുഭാഷ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണം അഗ്രിസ്റ്റാക്ക് പോർട്ടലുകളെയും കാർഷിക രീതികളെക്കുറിച്ചുള്ള ICAR പാക്കേജിനെയും AI സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കും. ഇഷ്ടാനുസൃതമായ ഉപദേശങ്ങൾ നൽകുന്നതിലൂടെ ഇത് കൃഷിയിടത്തിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും കർഷകരെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുകയും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കുകയും അത് മുൻകൂട്ടി അറിയിക്കുക വഴി കുറയ്ക്കുകയും ചെയ്യും. കന്നുകാലി വളർത്തൽ മേഖലയുടെ നവീകരണം. പാവപ്പെട്ടവരും നാമമാത്ര വരുമാനമുള്ളവരുമായ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കാർഷിക വരുമാനത്തിന്റെ ഏകദേശം 16% ഈ മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത്. വെറ്റിനറി, പാരാവെറ്റ് കോളേജുകളുടെയും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സ്ഥാപനത്തിനായി വായ്പയുമായി ബന്ധിപ്പിച്ച മൂലധന സബ്സിഡി പദ്ധതി വെറ്റിനറി പ്രൊഫഷണലുകളുടെ എണ്ണം 20,000-ലധികം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. കന്നുകാലി വളർത്തൽ മേഖലയ്ക്കുള്ള പിന്തുണ. ഗ്രാമപ്രദേശങ്ങളിലും നഗരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ഗുണനിലവാരമുള്ള തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി ഇനി പറയുന്ന സംരംഭകത്വ വികസനത്തിന് ഈ മേഖലയിൽ പിന്തുണ നൽകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പ്രോഗ്രാം, വായ്പയുമായി സംബന്ധിപ്പിച്ച സബ്സിഡി പദ്ധതി. കന്നുകാലി വളർത്തൽ സംരംഭങ്ങളുടെ വ്യാപനവും ആധുനികവൽക്കരണവും. മൃഗസമ്പത്ത്, ഡയറി, പൗൾട്രി എന്നിവയിൽ കേന്ദ്രീകരിച്ചുള്ള ഏകീകൃത മൃഗ ശൃംഖലകളുടെ ഇൻ്റഗ്രേറ്റഡ് വാല്യൂ ചെയിൻസ്, മൂല്യ ശൃംഖലകളുടെ നിർമ്മാണം മെച്ചപ്പെടുത്തുന്നു. മൃഗസംരക്ഷണ കർഷക ഉൽപാദക സംഘടനകൾ, ലൈഫ് സ്റ്റോക്ക് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് രൂപീകരണം പ്രോത്സാഹിപ്പിക്കുന്നു. വ്യോമയാന മേഖലയെ സഹായിക്കുന്നതിനായി കസ്റ്റംസ് ഡ്യൂട്ടിയിൽ വരുത്തിയ മാറ്റങ്ങൾ താഴെ പറയുന്നവയാണ്. സിവിലിയൻ വിമാനങ്ങൾ, പരിശീലന വിമാനങ്ങൾ, മറ്റ് വിമാനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ ഘടകങ്ങൾക്കും ഭാഗങ്ങൾക്കും അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കും. പ്രതിരോധ മേഖലയിലെ യൂണിറ്റുകൾക്ക് അറ്റകുറ്റപ്പണികൾക്കോ മെയിൻ്റനൻസ്, റിപ്പയർ ഓർ ഓവറോളിംഗ്, വിമാന ഭാഗങ്ങളുടെ നിർമ്മാണത്തിനോ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കും. വികസിത ഭാരതത്തിനായി ആയുഷ് മേഖലയെ ശക്തിപ്പെടുത്തുന്നതാണ് അടുത്ത പ്രപ്പോസൽ. ആയുഷ് മേഖലയുടെ പുരോഗതിക്കായി നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികൾ: 3 പുതിയ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥാപിക്കും. ഉന്നത നിലവാരത്തിലുള്ള സർട്ടിഫിക്കേഷനും വിദഗ്ധരായ ജീവനക്കാരുടെ സേവനവും ഉറപ്പാക്കിക്കൊണ്ട് ആയുഷ് ഫാർമസികൾ നവീകരിക്കും. പാരമ്പര്യ വൈദ്യശാസ്ത്ര മേഖലയിൽ ഗവേഷണവും പരിശീലനവും വർദ്ധിപ്പിക്കുന്നതിനായി ജാംനഗറിലെ WHO ഗ്ലോബൽ ട്രഡീഷണൽ മെഡിസിൻ സെന്റർ ആധുനികവൽക്കരിക്കും. വികസിത ഭാരതത്തിനായി ബാങ്കിംഗ് മേഖല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.